ഇന്ന് ഞാൻ പ്രഗ്നൻസിയിലെ വാക്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ സോപ്പിൽ വന്ന പേഷ്യൻസ് വാക്സിനേഷനെ കുറിച്ച് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് മദറിനോ കുട്ടിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ ചിലതരം അസുഖങ്ങൾ സെറിബ്രൽ പാൾസി, ഓട്ടിസം അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും വാക്സിൻ എടുത്താൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ മദറിനും കുട്ടിക്കും ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോമൺലി എടുക്കുന്ന കുറേ വാക്സിൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെറ്റനസ് വാക്സിൻ. അപ്പോൾ ഇത് ടെറ്റനസിൽ നിന്ന് 2 പേർക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിടക്കുന്നു. അടുത്തൊരു TD വാക്സിൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും എതിരുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന TDAP അല്ലെങ്കിൽ ബൂസ്റ്ററിക്സ് എന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബൂസ്റ്ററിക്സ് എന്ന ഇഞ്ചക്ഷനിൽ നമുക്ക് 3 ഡിസീസിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. സാധാരണ രീതിയിൽ ഈ ഡിഫ്തീരിയയും വില്ലൻ ചുമയ്ക്കും എതിരുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് അതിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു 7th മന്തിൽ ഈ 3 വാക്സിനോട് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഈ ഡിഫ്തീരിയയ്ക്കും വില്ലൻ ചുമയ്ക്കും എതിരുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇത് 7th മന്തിലാണ് ഈ TDAP വാക്സിൻ അല്ലെങ്കിൽ ബൂസ്റ്ററിക്സ് എന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതിൻ്റെ ഡോസ് ഏകദേശം 0.5 ml ആണ്. പക്ഷേ ഇത് കമ്പയർ ടു മറ്റ് വാക്സിനെക്കാളും കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഒരു 1,300 റുപ്പീസൊക്കെ ഈ വാക്സിന് വരും. TD അല്ലെങ്കിൽ TT നമ്മൾ സാധാരണ 2 ഡോസ് എടുക്കുന്നത്. ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം പിന്നെ ഒരു 4 വീക്സ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. പിന്നെ അടുത്തൊരു വാക്സിൻ നമ്മൾ എടുക്കുന്നത് ഫ്ലൂ വൈറസിനുള്ള വാക്സിൻ എടുക്കാം. പിന്നെ ഇൻഫ്ലുവൻസ വൈറസിനുള്ള വാക്സിൻ എടുക്കാം. അപ്പോൾ ഇൻഫ്ലുവൻസയൊക്കെ പ്രഗ്നൻസിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻ വളരെ കൂടുതലെടുക്കും. അപ്പോൾ അതിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകാം, ന്യൂമോണിയ ഉണ്ടാകാം. അപ്പോൾ പിന്നെ ആ ന്യൂമോണിയൊക്കെ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുകയാണെങ്കിൽ പ്രീടൈം ലേബറും സ്റ്റിൽ ബർത്തും പിന്നെ ബേബിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ കോവിഡ് സമയത്ത് കോവിഡ് വാക്സിൻ വളരെ സേഫായിട്ടുള്ള വാക്സിനാണ്. അപ്പോൾ വാക്സിനെക്കുറിച്ച് പൊതുവെ പറയുന്നത് ഇതിനെക്കുറിച്ച് കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഈ വാക്സിൻ എടുക്കുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം, ഗർഭസ്ഥ ശിശുവിന് ഫ്യൂച്ചറിൽ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി ധാരണകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ധാരണകളെല്ലാം തെറ്റാണ്. നിങ്ങൾ വാക്സിൻ നിർബന്ധമായിട്ടും പ്രഗ്നൻസിയിൽ എടുക്കേണ്ടതാണ്.